ജമീന്ദാരി അസോസിയേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം കൽക്കട്ട. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. സിദ്ധുവിന്റെയും കാനുവിന്റെയും സ്മരണാർത്ഥം ഇന്ത്യൻ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? ഉത്തരം 2002. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? ഉത്തരം നന്ദലാൽ ബോസ്. നെഹ്റു മന്ത്രിസഭയ്ക്കെതിരെ ആദ്യ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ആചാര്യ കൃപലാനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം സൂററ്റ്. 1857 കലാപത്തെ നാനാ സാഹിബ്, താന്തിയ തോപ്പി എന്നിവർ നയിച്ചത് എവിടെയാണ്? ഉത്തരം കാൺപൂർ. നീലം കർഷക കലാപം ആരംഭിച്ച വർഷം? ഉത്തരം 1859. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആരായിരുന്നു? ഉത്തരം ജോർജ് ഹാമിൽട്ടൺ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം VP മേനോൻ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ വിളംബരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1858. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ഉത്തരം പോണ്ടിച്ചേരി. പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം 1904. ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്? ഉത്തരം ഡഫറിൻ. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ 1916 സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ലക്നൗ. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA ചേർന്ന ധീരനായ മലയാളി ആരാണ്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നായിരുന്നു? ഉത്തരം 1664. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഫൈസാബാദിൽ 1857 കലാപത്തിന് നേതൃത്വം നൽകിയത് ചുവടെ പറയുന്നവയിൽ ആരാണ്?
ഉത്തരം മൗലവി അഹമ്മദുള്ള. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് റെയിൽവേ വേർതിരിച്ച വൈസ്രോയി ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പ്രമേയമാക്കി ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ആരാണ്? ഉത്തരം ജോസഫ് നോയൽ പേറ്റൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റി? ഉത്തരം ക്രെബ്സ് മിഷൻ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്നവയിൽ വേവൽ പ്രഭുവിന്റെ ഭരണകാലത്ത് സംഭവിച്ച കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ജ്യോതിബ ഫുലെ. ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് എന്നറിയപ്പെടുന്ന സംഭവം? ഉത്തരം റൗലറ്റ് ആക്ടിന് എതിരെയുള്ള പ്രതിഷേധം. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായി സർ വില്യം ഹണ്ടർ ചെയർമാനായുള്ള കമ്മീഷൻ രൂപവൽക്കരിച്ചത് എന്നായിരുന്നു? ഉത്തരം 1882. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ജ്യോതിറാവ് ഫുലെ. കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വിദേശി ആരാണ്? ഉത്തരം ജോർജ് യൂൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം നിസ്സഹരണ സമരം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം? ഉത്തരം 1867. താഴെ പറയുന്നവരിൽ കോൺഗ്രസിലെ തീവ്ര ദേശീയവാദത്തിന്റെ പ്രമുഖ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം ഫിറോസ് ഷാ മേത്ത. സ്വരാജ് പാർട്ടിയുടെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? ഉത്തരം CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഗാന്ധിജി തന്റെ ക്വിറ്റ് ഇന്ത്യ ആശയം പ്രചരിപ്പിച്ച പത്രം? ഉത്തരം ഹരിജൻ. 2 തവണ INCയുടെ പ്രസിഡന്റായ ആദ്യ വിദേശി ആരാണ്? ഉത്തരം വില്യം വെഡർബേൺ. കോൺഗ്രസിനെ സമാധാനപരമായ അന്ത്യത്തിലേക്ക് നയിക്കുകയാണ് എന്റെ ലക്ഷ്യം. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം കഴ്സൺ പ്രഭു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം ഏതാണ്? ഉത്തരം 1773 റെഗുലേറ്റിംഗ് നിയമം. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് കുറുക്കിയത് എന്നാണ്? ഉത്തരം 1930 ഏപ്രിൽ 6.
റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഉത്തം സിംഗ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാരോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം? ഉത്തരം സത്താറ. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ 1928 നടത്തിയ സമരം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ബർദോളി സമരം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏതാണ്? ഉത്തരം ന്യൂഡൽഹി. ഗാന്ധിജി അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം അബ്ബാസ് ത്യാബ്ജി. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരെ സമരത്തിൽ മുഴകിയ ഈ മുദ്രാവാക്യം ആരുടേതായിരുന്നു? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? ഉത്തരം തേജ് ബഹദൂർ സപ്രു. ഗോഖലെയെ പുണ്യനദിയായ ഗംഗയോട് ഉപമിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഗാന്ധിജി.